ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. അത് ഞാനിന്ന് ഉണ്ടാക്കുന്നത് സുയ്യനാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഞാനപ്പോൾ 1 കപ്പ് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമുള്ള ശർക്കരയും പിന്നെ തേങ്ങയും പിന്നെ എന്നിട്ട് 4 ഏലക്കയും പിന്നെ ചെറിയ ജീരകവും. അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്ത് ആവശ്യത്തിന് ശർക്കര ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഏലക്കയും പഞ്ചസാരയും ജീരകവും കൂടി പൊടിച്ച് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ട് ശർക്കര പാനി ആക്കിയിട്ട് നമുക്ക് പയറിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ശർക്കര നന്നായിട്ട് തിളച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഈ പയർ വേവിച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ശർക്കരയും ഈ പയറും നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ അതുവരെ നമുക്ക് തീ കുറച്ചിട്ടിട്ട് ഒന്ന് വേവിച്ച് കൊടുക്കാം. അപ്പോൾ അതങ്ങനെ നന്നായിട്ടൊന്ന് വെള്ളം വറ്റി ആ ശർക്കരയിലെ വെള്ളമൊക്കെ നമ്മളൊരു ഇത്തിരി ഒഴിച്ചില്ലായിരുന്നു. ആ വെള്ളമൊക്കെ വറ്റി നല്ല കുഴമ്പും പാകത്തിനായിട്ട് ഒന്ന് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഇത് നന്നായിട്ട് തിളച്ച് ആയിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള തേങ്ങ, അതായത് ഒരു അരമുറി തേങ്ങ ഉണ്ടാവും, അത് ഞാൻ ഇട്ട് കൊടുത്ത്. തേങ്ങ ഇത്തിരി മുന്നിൽ നിന്നതിനാൽ നല്ല ടേസ്റ്റാണ് വരുന്നത്. അപ്പം നമുക്കിതിങ്ങനെ നന്നായിട്ടൊന്ന് ഇതായിട്ട് വരട്ടെ. അപ്പം നമുക്കൊരു ഫില്ലിങ് വേണമല്ലോ, സുയ്യന് ഒരു ഫില്ലിങ് ഇടണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് മൈദപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്കത് വെള്ളമൊഴിച്ചിട്ട് ഒരു ബാറ്ററി രൂപത്തിൽ ആക്കി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് അത് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ കേട്ടോ. അപ്പം നമ്മുടെ ബാറ്ററി ഞാൻ ഇതേ പരുവത്തിലാവണം കേട്ടോ. അപ്പോൾ ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. നമുക്ക് ആ ബോൾസ് സുയ്യൻ്റെ ആ ബോൾസുമ്മ പിടിക്കണം മൈദമാവ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരുവിധം വറ്റി ഒന്നുകൂടി ഒന്നുകൂടായിട്ട് നമുക്ക് ചൂടാറിയിട്ടൊന്ന് ഉണ്ട പിടിക്കാം. അപ്പം നമ്മുടെ ശർക്കര നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. അതായത് ഒരു 2 ടീസ്പൂണ് അരിപ്പൊടി, 2 ടീസ്പൂണ് അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. ചൂടാണ്, നല്ല ചൂടാണ്. ചെറിയ തരം ബോൾസുകളാക്കിയിട്ട് നമുക്ക് മാവിൽ മുക്കി നല്ല ചൂടായിട്ട് കൈ പൊള്ളി പോകണം. അപ്പോൾ ഞാൻ കുറച്ച് ബോൾസുകളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോ ബോൾസും നമുക്ക് ഈ മൈദ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ, ഞാൻ തനിയാണ് വീഡിയോ എടുക്കണം. ഇവിടെ വേറെ ആരും മക്കളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ തനിയെ വീഡിയോ പിടിക്കലും ഈ ചെയ്യലും കൂടി ആകുമ്പോൾ കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാട്ടോ. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും, ലൈക്ക് ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ഈ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എണ്ണ ചൂടായി വരട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഇടണ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇടലും ഫോൺ കൈ പിടിച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇടുമ്പോൾ ഒരു തടസ്സമുള്ളതുകൊണ്ട് ഞാനത് ഇട്ടില്ല. അപ്പോൾ അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. അതിൻ്റെ തീ
കുറച്ചിട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നന്നായി വെന്തൊന്ന് മൊരിഞ്ഞ് വരട്ടെ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സുയ്യൻ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്ത ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പം നമ്മുടെ സുയ്യൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വറുത്ത് കോരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിള്ളേരൊക്കെ സ്കൂളിൽ പോയേക്കാണ്. അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ അവർക്ക് ചായക്കുള്ളൊരു സ്നാക്സാണ് ഇത്. അപ്പം നമുക്ക് ബാക്കിയും കൂടിയും ഇട്ട് കൊടുക്കുക ഇതുപോലെ തന്നെ. അപ്പം നമ്മുടെ അടുത്ത ട്രിപ്പും സുയ്യൻ ആയിട്ടുണ്ട്. അപ്പം ഇതുവരെ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല തേങ്ങ ഇത്തിരി കൂടുതലുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അത്. പിന്നെ ചൂടും ചായക്കൂടെ ഈ മഴയത്തൊക്കെ നമുക്ക് പിള്ളേർക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്പെഷ്യലായിട്ട്. ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, പക്ഷെ ഇന്ന് വീഡിയോ എടുക്കാൻ ആരും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചൊക്കെ പോരായ്മകളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അത് മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു.